ഹായ് നമസ്കാരം. ഹിന്ദു മേഖലയിൽ നിന്ന് ഒരു മുസ്ലിം യുവതി MP ആയതെങ്ങനെ? 10 വർഷം നീണ്ടുനിന്ന വിദ്വേഷ പ്രചാരണങ്ങൾക്ക് ഇടമില്ലാത്ത സ്ഥലമായി കൈറാന മാറിയപ്പോൾ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഒരു പോസ്റ്റ് ശ്രദ്ധേയമാകർഷിക്കുകയാണ്. സംഘപരിവാറിന് ബലവും ആഴവുമുള്ള UPയിലെ കൈറാന എന്ന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് ഇക്ര ഹസൻ എന്ന 29-കാരിയായ മുസ്ലിം പെൺകുട്ടിക്ക് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതാണ് ചർച്ചയാകുന്നത്. കൈറാൻ എന്നാൽ ശരിക്കും BJPയുടെ കേന്ദ്രമായിരുന്നു. അവരായിരുന്നു അവിടെ നിന്ന് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത്. മറ്റൊരു സമുദായത്തിൽപ്പെട്ടവർക്ക് ചിന്തിക്കാൻ പോലും ആവുമായിരുന്നില്ല. ലോക്സഭാ മെമ്പർ സ്ഥാനം അവിടെ നിന്നാണ് ഇക്ര ഹസൻ യുവതി സകല വെല്ലുവിളികളെയും അതിജീവിച്ച് ലോക്സഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടത്. അതിന് കാരണമായ സാഹചര്യങ്ങളാണ് ഈ പോസ്റ്റിൽ പറയുന്നത്. അത് ഇങ്ങനെയാണ്. കൈറാന ലോക്സഭാ മണ്ഡലത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട MP ഇക്ര ഹസൻ ആദ്യമായി പങ്കെടുക്കുന്ന രാഷ്ട്രീയ സമരം CAAക്ക് എതിരായ സമരമാണ്. ഇന്ത്യയിലെ യൂണിവേഴ്സിറ്റികളിൽ സമരം നടത്തിയ വിദ്യാർത്ഥികളെ പോലീസുകാർ നേരിട്ട രാത്രിയാണ് അവർ പ്രതിഷേധവുമായി വന്നത്. കൈറാന ലോക്സഭാ മണ്ഡലം സംഘിന് ബലവും ആഴവുമുള്ള മണ്ഡലമാണ്. 2019 BJP ജയിച്ച മണ്ഡലം. നിലവിൽ SP-ക്ക് ഒരു MLA-യും BJP-ക്ക് 2 NDA കക്ഷിക്ക് 2 MLA-മാരുള്ള മണ്ഡലം. BSP-യുടെയും RLD-യുടെയും BJP-യുടെയും പ്രധാന വോട്ട് ബാങ്ക് ഹിന്ദു പിന്നോക്കക്കാരുടെയും ജാട്ടുകളായ കർഷകരും. ജാട്ടുകൾക്ക് ഇടയിൽ ശക്തമായ മുസ്ലിം വിരുദ്ധത വളർത്തിയാണ് UPയിൽ BJP വളർന്നത്. ലോക്സഭാ മണ്ഡലത്തിലെ കൈറാന നിയമസഭയിലെ ഒരു ഗ്രാമനഗര പ്രദേശമാണ് കൈറാന. ഉത്തരേന്ത്യയിൽ വളരെ കുപ്രസക്തി നേടിയ ഗ്രാമം. UPയിലും ഡൽഹിയിലും ഹരിയാനയിലും ബോംബെയിലും ട്രെയിൻ യാത്ര ചെയ്യുന്ന കൈറാനക്കാർ നാടിന്റെ സ്വന്തം മറച്ചുവെച്ച് യാത്ര ചെയ്യുന്ന കാലമുണ്ടായിരുന്നു. അഡ്രസ് പറയുമ്പോൾ കൈറാന എന്ന് പതുക്കെ പറഞ്ഞു കൊടുത്തിരുന്ന കൈറാനയിലെ ന്യൂനപക്ഷങ്ങൾ പാലാ ബിഷപ്പിനെ കടമെടുത്താൽ പലവിധ മരുന്നുകൾ കൊണ്ട് ഹിന്ദുക്കളെ കൈകാര്യം ചെയ്യുന്ന മുസ്ലിങ്ങളുടെ ഗ്രാമമായിരുന്നു കൈറാന. BJP കൈറാനയെ ലക്ഷ്യമാക്കി 2014 പ്രചാരണം ആരംഭിച്ചു. ഞെട്ടിക്കുന്ന കള്ളങ്ങൾ കൊണ്ട് നാടിനെ ഒറ്റപ്പെടുത്തി. കേന്ദ്ര സർക്കാരിന്റെ കമ്മീഷനെ വെച്ച് കൈറാനയിൽ പഠനം എന്ന പേരിൽ കള്ളങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഹിന്ദുക്കളെ കൂട്ടത്തോടെ ഓടിക്കുന്ന മുസ്ലിങ്ങൾ എന്ന വ്യാജം UPയിലെ ജാട്ടുകൾക്ക് ഇടയിൽ പരതി. മറ്റ് പലവിധ വിദ്യാഭ്യാസ വ്യവസായ കാരണങ്ങൾ കൊണ്ട് ഡൽഹിയിലേക്ക് പോയ കൈറാനയിലെ ഹിന്ദുക്കളുടെ എണ്ണം എടുത്ത് വലിയ കളവുകൾ പ്രചരിപ്പിച്ചു. BJP മന്ത്രിമാരും MLA-മാരും നേതൃത്വം കൊടുത്തു. അക്ഷരാർത്ഥത്തിൽ മുസ്ലിങ്ങളുടെ രാജഭരണമുള്ള ഹിന്ദു വിരുദ്ധ കേന്ദ്രമാക്കി കൈറാനയെ സംഘപരിവാർ ചിത്രീകരിച്ചു. അതിന്റെ റിസൾട്ട് 2019 ഗംഭീരമായി അവിടെ നിന്ന് ലഭിച്ചു. ഏക SP MLA-യും ഇക്രയുടെ സഹോദരിയുമായ നഹ്ദി ഹസനെ UP പോലീസ് ജയിലിലാക്കിയിരുന്നു. ഹിന്ദുക്കളെ നേരിടുന്ന മുസ്ലിം ഗുണ്ട എന്ന ഇമേജ് ആയിരുന്നു അയാൾക്ക് ഉണ്ടായിരുന്നത്. 2024 അഖിലേഷ് CAA വിരുദ്ധ സമരങ്ങളിലൂടെ ശ്രദ്ധിക്കപ്പെട്ട മുസ്ലിം പെൺകുട്ടിയുടെ NDAക്ക് 80% തദ്ദേശ പ്രതിനിധികളുള്ള ലോക്സഭയിലേക്ക് മത്സരിക്കാൻ കൊണ്ടുവന്നു. പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഉയർത്തി പ്രചാരണം നടത്തി. കർഷകരെ അഡ്രസ് ചെയ്തു. മുസ്ലിം പൗരത്വ വിഷയങ്ങൾ ഉയർത്തി കാണിച്ചു. വിലകയറ്റം, അഴിമതി, ഭരണഘടന ഒക്കെയും വിഷയമായി. പണ്ട് അപകടത്തിൽ മരണപ്പെട്ട ഇപ്പോഴും സംഘ് മുസ്ലിം ഭീകരനായി കാണുന്ന ജനപ്രതിനിധിയായിരുന്ന പിതാവിനെ ഓർത്തും അനുസ്മരിച്ചും ഇക്ര രാഷ്ട്രീയം ആവർത്തിച്ചു പറഞ്ഞു. BJP ഉറപ്പിച്ച മണ്ഡലമായിരുന്നു കൈറാന. സ്ഥാനാർത്ഥിയുടെ സമരചരിത്രത്തെ എടുത്തു കാണിച്ച് ജാട്ടുകൾക്ക് ഇടയിൽ പ്രചാരണം നടത്തി. STക്കാരെ പുറത്താക്കി പാകിസ്ഥാനിൽ നിന്ന് മുസ്ലിങ്ങളെ കൊണ്ടുവന്ന് പൗരത്വം കൊടുക്കുമെന്ന് പ്രചരിപ്പിച്ചു. മുസാഫിർ നഗറിലെ വർഗീയവാദികൾക്ക് ഇടം നൽകിയ ഹിന്ദു വിരുദ്ധർക്ക് കൈറാനയിൽ ഇക്ര വീട് നിർമ്മിക്കുമെന്ന് പ്രചരിപ്പിച്ചു. അവസാനം 29-കാരിയായ ഇക്ര ഹസൻ ഇത്തവണ ഡൽഹിക്ക് കയറി. കൈറാനയിലെ BJP കേന്ദ്രങ്ങളിൽ ജാട്ടുകളും പിന്നോക്കക്കാരും മുസ്ലിങ്ങളും ഒരുമിച്ച് തിരഞ്ഞെടുപ്പ് ആഘോഷങ്ങളിൽ പങ്കുചേർന്നു. 10 വർഷം നീണ്ടുനിന്ന മുസ്ലിം വിരുദ്ധതയ്ക്ക്
സ്പേസ് ഇല്ലാത്ത ഇടമായി കൈറാന മാറി. CA വിരുദ്ധ ബാനർ ഉയർത്തി എത്രയോ മുസ്ലിം ചെറുപ്പക്കാർ ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ഉത്തരേന്ത്യയിൽ നിന്ന് ഒരു പെൺകുട്ടി പാർലമെന്റിലേക്ക് വരുന്നു. കേരളത്തിൽ ഗംഭീരമായ സോഷ്യൽ എഞ്ചിനീയറിംഗ് സംഘ് നടപ്പിലാക്കിയ തെരഞ്ഞെടുപ്പായിരുന്നു കഴിഞ്ഞത്. കൈറാനയെക്കുറിച്ച് സംഘ് 10 കൊല്ലം പറഞ്ഞത് വെള്ളാപ്പള്ളി മലബാറിനെ കുറിച്ച് പറയുന്നു. മാപ്പിളകൾ പെൺകുട്ടികളെ മയക്കുന്നു എന്ന പ്രചാരണം നടത്തിയ ബിഷപ്പും മറ്റു സോഷ്യൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗമാവുന്നു. കൈറാനയിൽ BJP സ്ഥാനാർത്ഥി പ്രദീപ് കേന്ദ്രമന്ത്രി ആകുമെന്ന പ്രചാരണം ജാട്ടുകൾക്ക് ഇടയിൽ നടത്തിയിരുന്നു. അതിനെ രാഷ്ട്രീയം കൊണ്ട് തള്ളിക്കളഞ്ഞ കൈറാനക്കാരെ തൃശൂർക്കാർക്ക് ഓർക്കാവുന്നതാണ്. രാഷ്ട്രീയപരമായി കേരളം മറ്റ് എന്തിനേക്കാളും മികച്ചതാണ് എന്ന പൊങ്ങച്ചങ്ങളെ നോക്കി UPയിലെ ജാട്ടുകളും പിന്നോക്കക്കാരും ചിരിക്കുന്നുണ്ട്. അഖിലേഷ് യാദവിന് അഭിവാദ്യങ്ങൾ. ഇതാണ് പോസ്റ്റ്. ശരിക്കും ജനങ്ങളെ മണ്ടന്മാരാക്കി ഇവിടെ വിഭാഗീയത സൃഷ്ടിച്ച് ജനങ്ങളെ മതപരമായി തമ്മിലടിപ്പിച്ച് അധികാരത്തിൽ എത്തുന്ന നയമാണ് സംഘപരിവാർ പോലുള്ള സംഘടനകൾ സ്വീകരിച്ചു പോരുന്നത്. ആക്ഷേപമുണ്ട്. സുരേഷ് ഗോപിയുടെ തൃശ്ശൂരിലെ വിജയം തന്നെ അതിന് ഉദാഹരണം. മുസ്ലിങ്ങളോടുള്ള എതിർപ്പ് ഒന്നുകൊണ്ട് മാത്രമാണ് തൃശ്ശൂരിൽ ക്രിസ്ത്യാനികളെ BJPക്ക് വോട്ട് ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകമെന്നാണ് വിലയിരുത്തൽ. ഒരു സംഘം ക്രിസ്ത്യാനികൾ അതിലെ കപടത തിരിച്ചറിഞ്ഞില്ലെന്ന് മാത്രമെന്നും വിമർശനം ഉയരുന്നു. BJPയുടെയും സംഘപരിവാറിന്റെയും കപടത തിരിച്ചറിഞ്ഞ കൈറാനയിലെ ജനങ്ങൾ ഒന്നിച്ചു നിന്ന് മുസ്ലിം പെൺകുട്ടിയെ ലോക്സഭയിലേക്ക് വിജയിപ്പിക്കുകയായിരുന്നു. ഇത് വർഗീയ ചേരിതിരിവ് ഉണ്ടാക്കുന്നവർക്ക് ഒരു പാഠമാകട്ടെ. നന്നായി ചിന്തിച്ചാൽ ഇനിയും ഒരു മണിപ്പൂർ ഒഴിവാക്കാം.